വളരെ വേദനയോടെയാണ് 2 ദിവസമായിട്ട് വയനാട്ടിലെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നത്. വളരെ കഷ്ടതയിൽ കൂടെ കടന്നു. അനേകരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഒന്ന് നമ്മൾ ചിന്തിക്കണം. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുന്നോട്ടുള്ളതായ നമ്മുടെ ചിന്തകൾ. ഞാനാണ് വലുത്, എല്ലാം എൻ്റേതാണ്, ഞാനും നിങ്ങളും, അല്ലെ നിങ്ങളും ഞങ്ങളും എന്നുള്ള വേർതിരിപ്പ് എന്തിയെ മനുഷ്യ? നിൻ്റെ ചിന്ത എവിടെയാണ് പോയത്? നീ എന്തെല്ലാം കെട്ടിപ്പടിക്കാനും താണ്ട് അവിടെ പോയി എല്ലാം കെട്ടി ഇതൊക്കെ ഞങ്ങളുടെയാണെന്ന് സ്വരൂപിച്ച് കൂട്ടിയവരൊക്കെ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അവർക്ക് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്നൊരു കൂട്ടർ ഇറങ്ങിയേക്കാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളെയും വിളിച്ച് പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എന്നാൽ ഞാൻ പറയും, അവർക്ക് പ്രാർത്ഥനയല്ല ആവശ്യം. പ്രാർത്ഥനയല്ല, പിന്നെയോ അവർക്ക് സഹായങ്ങളാണ്. വീട് നഷ്ടപ്പെട്ടവർ, ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, സകലവും നഷ്ടപ്പെട്ട് ഉടുതുണിക്കും മറുതുണിയില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന അവരെ സഹായിക്കുവാനുള്ള സന്മനസ്സ് കാണിക്കണം. ഭവനങ്ങൾ നഷ്ടപ്പെട്ടു, വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എങ്ങോട്ട് പോകുന്ന ചിന്തിച്ച് എങ്ങോട്ട് പോകുമെന്നുള്ള വേവലാതിയോടെ വളരെ പ്രയാസപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളോട് അവർക്ക് പ്രാർത്ഥനയല്ല ആവശ്യം. ഇന്ന് പലരും ഞങ്ങൾ പ്രാർത്ഥിക്കാം, എന്താണ് 2 അക്ഷരം, ഞങ്ങൾ പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയല്ല അവർക്ക് ആവശ്യം. അവർക്ക് സഹായങ്ങൾ, എന്നെക്കൊണ്ട് നിങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങളെ അവർക്ക് ചെയ്തു കൊടുക്കുക. അത് സാമ്പത്തികമായിട്ടും അത് ആഹാരമായിട്ടും അത് മറ്റുള്ള രീതിയിൽ കൊടുക്കുക, അവരെ സഹായിക്കുക. പ്രാർത്ഥന പിന്നെയാട്ടെ. കാരണം തമ്പുരാൻ അറിയാതെ ഒന്നും നടക്കുന്നില്ല. തമ്പുരാൻ ചെയ്തൊരു പ്രവൃത്തിയാണ് അവിടെ നടന്നത്. ആ പ്രവൃത്തിയുടെ അനുഭവം എന്താണെന്ന്, അല്ലെ അതെന്താണ് കാരണമെന്ന് നമുക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥനയല്ല, അവരെ സഹായിക്കുക, അതാണ് ആവശ്യം. ഇന്ന് പലരും പറയും ഞങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരോട് പറയുന്ന ഒന്ന് കാര്യമേ ഉള്ളൂ, പ്രാർത്ഥനയാൽ ഇന്ന് അവർക്ക് ആവശ്യം നമ്മളെക്കൊണ്ടും ചെയ്യാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യുക, അതാണ് ആവശ്യം.